കടലും കായലും പുഴയും തലങ്ങും വിലങ്ങുമുള്ള കനാലുകളും പാലങ്ങളും തോടുകളുമായിരിക്കും ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത്. ആലപ്പുഴ നഗരത്തിലെ കനാലുകളെക്കുറിച്ച് പറയുമ്പോൾ രാജാ കേശവദാസനെയും പൗരാണിക ആലപ്പുഴയുടെ പ്രതാപകാലവും പറയേണ്ടി വരും. ഈ നഗരത്തിന്റെ ജീവനാഡികളായ കനാലുകളും അതിന്റെ തീരവും സംരക്ഷണമില്ലാതെ അനാഥമായ അവസ്ഥ ഏതൊരാൾക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരന്. പലപ്പോഴും പല പദ്ധതികളിലൂടെ കനാൽ തീരം മനോഹരമാക്കിയിരുന്നു. പക്ഷെ പലപ്പോഴും സംരക്ഷണം ലഭിക്കാതെ നശിച്ചു പോവുകയും ചെയ്തിരുന്നു. മനോഹരമായി രൂപമാറ്റം സംഭവിച്ച മുപ്പാലം മുതൽ കറുത്ത കാളിപ്പാലം വരെയുള്ള കനാൽ തീരം മനോഹരമായി മാറുന്ന കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് വല്ലഭദാസ് കാഞ്ചി എന്ന ഫാക്ടറിയാണ്. നൂറുകണക്കിന് ഫാക്ടറികൾ ആരുടെയൊക്കെയോ പിടിപ്പുകളും സ്വാർത്ഥതയും കാരണം പൂട്ടുവീണ് പോയെങ്കിലും ഇന്നും പ്രൗഢിയോടെ നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നൽകി ആലപ്പുഴയുടെ അഭിമാനമായി നിലകൊള്ളുന്ന മലഞ്ചരക്ക് സംസ്കരണ സ്ഥാപനം. അതിന്റെ മുന്നിൽ കനാലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് ഗ്രാഫ് എന്ന പരിസ്ഥിതി സംഘടനയാണ് ഈ കനാൽ തീരം മോടി പിടിപ്പിച്ച് പൂച്ചെടികളും ഔഷധ സസ്യങ്ങളും വെച്ചുപിടിപ്പിക്കുന്നത്. വരുന്ന 3 വർഷത്തെ ഇതിന്റെ സംരക്ഷണ ചുമതലയും ഇവർക്കാണ്. ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് കോർഡിനേറ്ററും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമായ രതീഷ് സൈലന്റ് വാലിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. രതീഷ് സൈലന്റ് വാലി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഗ്രാഫ് സംസ്ഥാനത്തുടനീളം ഏകദേശം 2000-ഓളം വരുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അതിനകത്ത് ആലപ്പുഴ മുപ്പാലത്ത് നമ്മൾ ഏകദേശം 650 മീറ്ററോളം ദൂരത്തിൽ കനാലിന്റെ ഇരുകരകളും ബ്യൂട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ VKL എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു പ്രപ്പോസൽ നൽകുകയുണ്ടായി. ആ പ്രപ്പോസലിനകത്ത് ഞങ്ങൾ ഏകദേശം 1000-ലധികം മെഡിസിനൽ പ്ലാന്റ്സ് വെക്കാം എന്നായിരുന്നു ആ കമ്പനിയുമായിട്ടുണ്ടായിരുന്ന എഗ്രിമെന്റ്. അതിൽ ഏകദേശം ഇപ്പോൾ 3250-ഓളം ഔഷധ ചെടികളും ഫ്ലവറിംഗ് പ്ലാന്റ്സ് അടക്കം ഏകദേശം 3250-ഓളം ചെടികളും അതിന് പുറമെ 25,000-ലധികം സ്ക്വയർ ഫീറ്റ് ഗ്രാസുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള FD കോളേജിലെയും കുറെ NSS കുറെ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഒരുപാട് പേർ, നാട്ടുകാർ, ഒരുപാട് പേര് ഇവിടെ വന്ന് നമ്മളോട് എന്താണിത് ചെയ്യുന്നത്, ഇത് ചെയ്തിട്ട് നിലനിൽക്കുമോ? കാരണം ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം എല്ലാ വർഷവും കുറെ ഫണ്ട് ചെലവാക്കുന്നു, കുറെ ജോലികൾ ചെയ്ത് അങ്ങനെ പോകുന്നു. പക്ഷെ ഇതിന് മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പരിസ്ഥിതി സംഘടനയാണ്. ഞങ്ങൾ ജനകീയമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഏറ്റവും ഭൂരിപക്ഷം തൈകളും പ്ലാന്റ് ചെയ്തിട്ടുള്ളത് SD കോളേജിലെ പിള്ളേരാണ്. അപ്പോൾ ആ മക്കളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സ്റ്റുഡൻസ് ഇതിനകത്തേക്ക് ഇത്തരം പ്രവൃത്തികളിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ആലപ്പുഴ നഗരം ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ വെനീസിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് വരുന്ന സഞ്ചാരികൾക്ക് മുമ്പിൽ നമുക്ക് കാണിക്കാനാവുള്ളൂ. കാരണം ഇത് മുഴുവൻ വേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ എന്താ പറയുക, വേസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കണക്കിന് വേസ്റ്റുകൾ ഇവിടുന്ന് മാറ്റിയ ശേഷമാണ് നമ്മളിത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും പല ആൾക്കാരും രാവിലെ നടക്കാനിറക്കുമ്പോൾ വേസ്റ്റ് കൊണ്ടുവന്ന കവറിൽ ഇടുന്നത് കാണാം. ഇന്നലെയും 2 പേര് കൊണ്ടുപോയി വേസ്റ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ ആ ഒരു രീതി മാറി ചിന്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമേ ഗ്രാഫ് എന്ന പരിസ്ഥിതി സംഘടനയ്ക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ്. കേരളത്തിന്റെ 14 ജില്ലകളിലും ഞങ്ങൾ ഇതുപോലെ പച്ചപ്പിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും നമുക്കിതിന് ആൾക്കാരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗ്രാഫിനെ പോലുള്ള, അല്ലെങ്കിൽ പച്ചപ്പിന്റെ വീണ്ടെടുപ്പുകാരെന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള ഒരു സംഘടന ഏറ്റവും അനിവാര്യമാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ആലപ്പുഴയിൽ നമ്മൾ ഈ മുപ്പാലം ഈ ഭാഗത്ത് നമ്മുടെ VKL കമ്പനിയുടെ ഓപ്പോസിറ്റ്, ഈ കനാലിൻ്റെ 2 സൈഡിലും VKL കമ്പനിയുടെ സഹകരണത്തോടു കൂടി നമ്മളിവിടെ കാട് പിടിച്ച് കിടന്നിരുന്ന, ഇവിടെയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു ഏരിയ ആയിരുന്നത്. നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ മാറ്റാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. മൊത്തത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീട്ടിൽ തന്നെ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് സ്ഥിതിയിലേക്ക് തള്ളുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മളിത് 2 സൈഡും ഫെൻസിങ് എല്ലാം വെച്ചുകൊണ്ട് ഇതിനുള്ളിൽ നമ്മൾ ചെയ്യുന്നത് ഏകദേശം 2000-ഓളം ഹെർബൽ പ്ലാന്റ്സുകളാണ്. ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനും
നക്ഷത്രവനവും ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി റയർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇതിനെ നമ്മൾ ചെയ്യുക എന്നത് മാത്രമല്ല, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ആവശ്യം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകും, പക്ഷേ അത് പിന്നെ അതിൻ്റെ ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംരക്ഷണമോ ഇവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു NGO ഞങ്ങളിത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നുകൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനെ സംരക്ഷിക്കാനും ഇതൊക്കെ ഇത് വർഷങ്ങളോളം ഇവിടെ നിലനിർത്തുവാനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ തന്നെയാണ് നമ്മളിതിനെ ആഗ്രഹിക്കുന്നത്. നമ്മളിതെല്ലാം ചെയ്തു പോയി വളരെ കുറച്ച് സമയം കൊണ്ട് ഇതെല്ലാം കാട് പിടിച്ച് വീണ്ടും കാട് കയറി നശിച്ച് വീണ്ടും ഇവിടെ വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ വളരെ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. മനോഹരമായി രൂപമാറ്റം സംഭവിച്ച കനാൽ നവീകരണം പൂർത്തിയായ ശേഷം നമുക്ക് വീണ്ടും വരാം ഈ കനാൽ കരയിൽ.